ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന നിയമസഭയ്ക്കാണ്. അപ്പോൾ ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരമെന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ് അധികാരം. ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ്? എൽ.എം. സിംഗ്വിയാണ്. അപ്പോൾ ലോക്പാൽ എന്ന പദം കൊണ്ടുവന്നത് എൽ.എം. സിംഗ്വിയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. അപ്പോൾ പ്രസിഡന്റാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ.വി. സൂര്യനാരായണ അയ്യർ. അപ്പോൾ കെ.വി. സൂര്യനാരായണ അയ്യറാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് പി.സി. ബാലകൃഷ്ണ മേനോൻ. അപ്പോൾ ജസ്റ്റിസ് പി.സി. ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത. ഇനി സോളിസിറ്റർ ജനറലിന്റെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 3 വർഷം. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എൽ.എം. സിംഗ്വി കമ്മിറ്റി. അപ്പോൾ ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ ഉത്തരം എന്താണ്? എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ്. ഇനി അടുത്തൊരു ചോദ്യം, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഗ്രാമസഭയാണ്. PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണിത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമസഭ. അടുത്ത ചോദ്യം, ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം വി.പി. മേനോനാണ്. ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. അപ്പോൾ ജില്ലാ കളക്ടറാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ. ഭരണഘടനയുടെ 44-ാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായിട്ട് ചേർത്ത പദമാണ് ആംഡ് റെബല്യൻ. അപ്പോൾ 44-ാം ഭേദഗതിയിലാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പദത്തിന് പകരമായിട്ട് എന്ത് പദം ചേർത്തത്? ആംഡ് റെബല്യൻ എന്ന പദം ചേർത്തത്. ഇനി ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ലീ കമ്മീഷൻ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം തന്നെയാണ്. ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് നിലവിൽ വന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. എന്നായിരുന്നു? 1926. അപ്പോൾ 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്.